ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള വിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഖുർആനിൽ തന്നെ പറഞ്ഞു തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ വസ്തുക്കൾക്കുള്ള വിശദീകരണം. പക്ഷെ എങ്ങനെ ഉണ്ടാവൂല? ഉദാഹരണമായിട്ട് എന്റെ പേര് അബ്ദുൽ അസീസാ, എന്റെ പേര് അബ്ദുൽ അസീസ്, എന്റെ നാട് വെള്ളയൂരാണ്, എന്റെ പിതാവിന്റെ പേര് മുഹമ്മദാണ്, മാതാവിന്റെ പേര് മറിയമാണ്. അപ്പൊ ഖുർആനിൽ എങ്ങനെ ഉണ്ടാവൂല? വെള്ളയൂരിൽ താമസിക്കുന്ന മുഹമ്മദിന്റെയും മറിയമിന്റെയും മകനായ അബ്ദുൽ അസീസിന്റെ നിസ്കാരം നിർബന്ധമാകുന്നു. ഇങ്ങനെ ആയത്ത് ഇപ്പൊ ഖുർആനിലുണ്ടാവില്ല. ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടോ? ഉണ്ടാവില്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഓരോ ആളുകളുടെയും പറഞ്ഞ ഈ ഖുർആനാരെ കൊണ്ട് ഓതി തീർക്കാൻ കഴിയും. ഉദാഹരണമായി ഞാൻ പറയാം, ഇന്ത്യൻ ഭരണഘടന അത് മനുഷ്യർ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന ഇത്രയും കാലയളവിൽ ധാരാളം പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് മനുഷ്യന്മാരായതുകൊണ്ടാണ്. എന്തോ ആകട്ടെ, അതിലിപ്പോ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിന്റെയും നിയമങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ പ്രദേശത്തിന്റെ ഉണ്ടാവും. പക്ഷെ ഓരോ പ്രദേശത്ത് താമസിക്കുന്ന അംശവും ദേശവും ഒക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാവോ? ഇല്ലാതെ പൊതുവായിട്ട് ഇങ്ങനെ പറയും. ആ പറയുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളിൽ ഗവേഷണം നടത്താനും അതിൽ നിന്ന് കണ്ടെത്താനും കഴിയുന്ന ചീഫ് ജസ്റ്റിസുമാരുണ്ട്. അതേസമയത്ത് ഞാനും ഇന്ത്യൻ പൗരനാ, ഇന്ത്യ ഭരണഘടന ഭേദഗതി ചെയ്യാൻ എനിക്കും അധികാരമുണ്ട് എന്ന് കോട്ടക്കൽ ചെന്നാലോ പൊറാൻ ചണ്ടയാവും. ഇതേപോലെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിഷയങ്ങളിൽ ഉൾക്കൊള്ളുന്ന തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും വിശദീകരണം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ ഗവേഷണം നടത്താനും അതിൽ വ്യക്തമായി പറഞ്ഞ ചില നിയമങ്ങളുണ്ട്. അവിടെ 4 മദ്ഹബുകൾ ഇല്ല. അതേ സമയത്ത് വ്യക്തമല്ലാതെ പൊതുവായി പറഞ്ഞ പല അർത്ഥങ്ങൾക്കും സാധ്യതയുള്ള ചില വാക്കുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഉദാഹരണമായിട്ട് എന്റെ അടുത്തൊരു 4 കുട്ടികൾ വന്ന് സുഖല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ കുട്ടികൾ കുറച്ച് തെന്റേടുള്ള കുട്ടികൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഡോക്ടറെ കാണണം. അപ്പൊ ഈ 4 കുട്ടികളും ചിന്തിച്ചെന്ത്, ഉസ്താദ് ഡോക്ടറെ കാണണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് രോഗം വേഗത്തിൽ സുഖായ നല്ലത് അലോപ്പതിയ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ട് പോയി. അലോപ്പതി ഡോക്ടറെ പോയിക്കൊണ്ട് മറ്റൊരാള് കഴിക്കാൻ സുഖം ഹോമിയോ മനസ്സിലാക്കിയിട്ട് ഒരാള് ഹോമിയോ ഡോക്ടറെ പോയി കണ്ടു. മറ്റൊരാള് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലൊക്കെ കേടാണ്, അതുകൊണ്ട് നല്ലത് യുനാനിയാണെന്ന് വിചാരിച്ച് ഒരു കുട്ടി അങ്ങോട്ടും പോയി. മറ്റൊരു കുട്ടി ആയുർവേദിക്കാണല്ലേ മനസ്സിലാക്കിയിട്ട് അവിടെയും പോയി. ഈ 4 കുട്ടികളും എന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറെ കണ്ടോ? കണ്ടു. നീ ആരെ കണ്ടത്? ഈ കുട്ടി പറഞ്ഞു, വേഗം സുഖാവാ ഉസ്താദെ നല്ലത് അലോപ്പതിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. മറ്റൊരാൾ പറഞ്ഞു, ഉസ്താദെ കഴിക്കാൻ രസം ഹോമിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. മറ്റൊരാൾ പറഞ്ഞു, തടിക്ക് നല്ലതും സുഖായ കുറച്ച് താമസമാണെങ്കിലും സുഖായ പിന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് ആയുർവേദിക്കാൻ നല്ലത്, ഞാൻ അങ്ങോട്ട് പോയി. ഇങ്ങനെ 4 കുട്ടികളും 4 വ്യാഖ്യാനം പറഞ്ഞ് 4 ഡോക്ടർമാരെ കണ്ട ഈ 4 കുട്ടികളും എന്റെ ഡോക്ടറെ കാണണമെന്ന് എന്റെ കൽപ്പന അംഗീകരിച്ചവരാണ്. അതേ സമയത്ത് ഇന്ന ഡോക്ടറെ നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വേറെ ഏത് ഡോക്ടറെ കണ്ടാലും അവർ എന്റെ കൽപ്പന സ്വീകരിച്ചിട്ടില്ല. ഇതുപോലെ പല ആർക്ക് സാധ്യതകളുള്ള ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ സ്ഥലങ്ങളിൽ ഗവേഷണം നടത്താൻ യോഗ്യതയുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ ഗവേഷണം നടത്തി നിയമം കണ്ടെത്തുന്നത് പോലെ അതിന് യോഗ്യരായ ചീഫ് ജസ്റ്റിസുമാരുണ്ട്. അവിടെ ഞാനും മുസ്ലിം തന്നെ എന്റെ ഖുർആനാണെന്ന് വിചാരിച്ച് നമുക്ക് നടത്താൻ പറ്റുമോ? പറ്റൂല. കാരണം അതിന് ചില യോഗ്യതകളും ചില പക്വതകളും ചില പാകതകളും ചില നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങളുള്ളവർക്ക് അതിന് സാധിക്കൂ. ഇതുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ 4 മദ്ഹബുകൾ ഉണ്ടാകാനുള്ള കാരണം. അതേപോലെ സഹോദരന്മാരെ, ഇനി ലോകത്ത് നാം ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം വിഷയങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ്. മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, വേണ്ടതുപോലെ നമുക്ക് ചർച്ച ചെയ്യാലോ, അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ ഇനി മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ സ്ത്രീ ജുമാ ജമാഅത്ത്. എന്താണ് ഈ സ്ത്രീ ജുമാ ജമാഅത്തിൽ? സ്ത്രീ ജുമാ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അന്ന് വളരെ ന്യൂനപക്ഷം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത്. അന്ന് കൂടുതൽ നിയമങ്ങളോ ചട്ടങ്ങളോ രംഗത്ത് വന്നിട്ടില്ല. കള്ളുകൂടി വരെ ഹറാമാക്കിയിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് കള്ളുകൂടിയൊക്കെ ഹറാമാക്കിയത്. കാരണം അന്ന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള കാലത്തെ ഒരു മനുഷ്യനായി ചിത്രീകരിക്കാം. എന്നാൽ ആ മനുഷ്യന് കുട്ടിക്കാലുണ്ടാവും. കുട്ടിക്കാലത്ത് കൂടുതൽ നിയമങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സുഖമായിട്ട് നമ്മളൊക്കെ തൊട്ടിയിലും അതുപോലെ ബെഡിലൊക്കെ കാഷ്ടിക്കും മൂത്രയിക്കുകയും ചെയ്താണ്. അതിന് തടസ്സങ്ങളൊന്നുമില്ല. അതേ സമയത്ത് കുറച്ചുകൂടെ തന്നപ്പോഴേ ഇനി ഇവിടെ പറ്റൂല, പുറത്തിറങ്ങണം നിയമം വന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇനി അകത്തും പറ്റൂല, പുറത്തേക്ക് ഇറങ്ങണം എന്നായി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ
ഇനി പുറത്തും പറ്റൂല, കക്കൂസിലേക്ക് പോകണം, നിയമങ്ങൾ ഇങ്ങനെ മാറുകയാണ്. അതേപോലെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യങ്ങളോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് വളരെ പരിമിതമായ നിയമങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. 23 കൊല്ലക്കാലം കൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയത്. അത് ഹജ്ജത്തുൽ വദാഇൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ നടന്ന സംഭവങ്ങളും ഹദീസുകളിൽ കാണാം. അന്ന് അന്യ ആണും പെണ്ണും പരസ്പരം കാണാൻ പാടില്ല എന്ന നിയമമില്ല. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ അന്യ ആണും പെണ്ണും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമമല്ല. ആയിഷാ ബീവി പറഞ്ഞ ഹദീസ് കാണാം, ഭക്ഷണം കഴിക്കും എന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും കൈ തമ്മിൽ തട്ടിയിരുന്നു, ഞങ്ങൾ ഒന്നിച്ചൊരു ഹൗസിൽ നിന്ന് ഒന്നുമെടുത്തിരുന്നു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ആ സമയത്തുള്ള നിയമങ്ങൾ പിന്നത്തേക്കും ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷവും ബാധകമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡിത്തമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇനി ഓരോ വിഷയങ്ങൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിന്റെയൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ഇന്നുള്ള ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് നമ്മൾ ഗവേഷണം നടത്തേണ്ട തിരിഞ്ഞാലോ, ഓരോ ആയത്തുകൾക്കും ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. ഈ സമയങ്ങളും സന്ദർഭങ്ങളും തിരിയുമ്പോഴാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വ്യക്തമാകാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉസ്താദ് ക്ലാസ്സിൽ വന്ന് പേനയെടുത്ത് കുട്ടിയോട് പറഞ്ഞു പട്ടിക എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കേണ്ട പട്ടിക ഹാജർ പട്ടികയാണ്. അതേ സമയത്ത് ആശാരി ആണിയും ചുറ്റികയുമായി ഒരാളോട് പട്ടിക എടുക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കേണ്ട പട്ടിക ഹാജർ പട്ടികയല്ല, കഴുക്കോലിൽ അടിക്കുന്ന പട്ടികയാണ്. രണ്ടു സ്ഥലത്തും പട്ടിക എടുക്കൂന്നാ പറഞ്ഞ്. ഇതുപോലുള്ള പ്രസ്താവനകൾ ആയത്തുകളിലും ഹദീസുകളിലും കാണും. ഇവിടെയുള്ള പട്ടിക എന്ത്, അവിടെ പറഞ്ഞ പട്ടിക എന്ത്, അത് സമയവും സന്ദർഭവും തിരിയുന്ന ആൾക്കേ തിരിയൂ. ഉദാഹരണമായി ഞാൻ പറയാം, ഇന്ന് നമ്മുടെ പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്തോ ആകട്ടെ, ആ വാർത്തയെ കുറിച്ച് ഇന്നുള്ള ആളുകൾക്ക്, പത്രം നോക്കുന്ന ആളുകൾക്കുമൊക്കെ വ്യക്തമായി അറിയാം. അതേ സമയത്ത് ഈ പത്രം 1500 കൊല്ലം നാം സൂക്ഷിച്ചു വച്ചു. എന്നിട്ട് 1500 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ ഈ പത്രം എടുത്തു നോക്കിയാൽ ഈ വാർത്തയെക്കുറിച്ച് അയാൾക്ക് വല്ലതും പ്രതികരിക്കാൻ കഴിയുമോ? കഴിയണമെങ്കിൽ ഇന്നുള്ള ആള് എഴുതി വെക്കാൻ ചരിത്രം ലഭ്യമാകണം. അല്ലാതെ വ്യക്തമായ ഒരു തീരുമാനവും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഈ നിലക്കുള്ള ഒരു സ്വഭാവം ആയത്തുകൾക്കും ഹദീസുകൾക്കും ഉണ്ടാകും. അതിന്റെ സമയമെന്ത്, സന്ദർഭമെന്ത്, ഈ സമയവും സന്ദർഭവും തിരിയുന്നവർ സഹാബത്തും ആ സഹാബത്തിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച താബിഈകളും അവരിൽ നിന്ന് പഠിച്ച താബിഈങ്ങളും അവർക്കറിയുന്നത് പോലെ 1400 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന ഒരാൾക്കത് പറയാൻ കഴിയില്ല എന്നത് ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 4 മദ്ഹബിന്റെ മഹാന്മാരായ ഇമാമുകൾ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെയും നബി തങ്ങളുടെയും ഇടക്കുള്ളത് 1 or 2 ആളുകളാണ്. 2 ഉസ്താദുമാർ അല്ലെങ്കിൽ ഒരു ഉസ്താദ്, 7ഓളം സഹാബിമാരെ അബൂ ഹനീഫ ഇമാമക്കുള്ളതായി ചരിത്രത്തിൽ കാണാം. അപ്പൊ നേരെ ഉസ്താദിന്റെ ഉസ്താദ് റസൂലുള്ളയാണ് അബൂ ഹനീഫ തങ്ങളുടെ. അതേ സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, അതായത് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് നാഫിഉ, അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹത്തിന്റെ ഉസ്താദ് റസൂലുള്ളാഹി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും റസൂലിന്റെയും ഇടയിൽ 2 ഉസ്താദുമാരാണുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും റസൂലിന്റെ ഇടയിൽ 3 ഉസ്താദുമാരാണുള്ളത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും റസൂലിന്റെയും ഇടയിൽ 4 ഉസ്താദുമാരാണുള്ളത്. അപ്പോൾ ഇത്രയും കാലം ചുരുങ്ങി നബിയോട് അത്രയും അടുത്ത മഹാപണ്ഡിതന്മാരാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും നേരത്തെ നാം പറഞ്ഞ ഇസ്തിഗ്ഹാസ നടത്തിയവരാണ്. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് സഹായം ചോദിച്ചവരാണ്. അതുപോലെ തന്നെ ഖുത്ബ അറബി ഭാഷയിൽ മാത്രം നിർത്തിയവരാണ്. നബിയുടെ ഭാര്യമാരിൽ നിന്ന് ഒരുത്തിപോയും പള്ളിയിൽ പോയതായി എനിക്കറിയില്ലെന്ന് അസഗ്നിഗ്ധമായി പ്രഖ്യാപിച്ച മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവർക്കൊന്നും തിരിയാത്ത ഒരു വിവരം, ഇവർക്കൊന്നും ലഭ്യമാകാത്ത ഒരു കാര്യം 1400 കൊല്ലത്തിന് ശേഷം വന്ന ആളുകൾ പറയുന്നുവെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാം ഇവരുടെ ലക്ഷ്യം എന്താണ്, എവിടെ നിന്ന് ഇവർക്കിത് കിട്ടി എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട്